ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നേ വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി പുഡിംഗ്. ഇതിലേക്ക് ബേസിക്കായിട്ട് ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് ബാക്കി വന്ന കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്. ഇതുണ്ടാക്കാൻ ഈ 2 ബേസിക് ഇൻഗ്രീഡിയൻസ് മതി. ഞാനിവിടെ കുറച്ചുകൂടെ 1-2 സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളത് ഉപയോഗിക്കുന്നുണ്ട് എക്സ്ട്രാ. ആദ്യം ഞാൻ കേക്ക് ഉണ്ടാക്കി ബാക്കി വന്ന കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, അതാണ് ഒരു ബൗളിലേക്ക് എടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇത് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എക്സ്ട്രാ മധുരമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അതാ കണ്ടോ, വിപ്പിംഗ് ക്രീം ഏതാണ്ട് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ പോലെയൊന്നും സ്റ്റിഫ് ആവണം എന്നില്ല. ഇനി പിന്നെ ഞാൻ കുറച്ച് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ക്രീമില്ലേ, ക്രീമിൻ്റെ കുറച്ച് ഭാഗം മാറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ബൂസ്റ്റ് ഇട്ടത് ഒന്ന് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് ബദാം എൻ്റെ കയ്യിലുള്ളത് തരിതരിപ്പായിട്ട് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണേ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിനകത്ത് പ്രത്യേകിച്ച് കുക്കിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ സാധാരണ ക്രീം, ആ ബൂസ്റ്റ് ചേർക്കാത്ത ക്രീം ആദ്യം തേച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ആ ബൂസ്റ്റ് ചേർത്ത വിപ്പിംഗ് ക്രീം ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുവാണേ. അടുത്ത ലെയറായിട്ട് ആ ക്രീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബൂസ്റ്റ് ചേർത്ത വിപ്പിംഗ് ക്രീം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ബദാം പൊടിച്ചത് ചേർക്കുവാണ്. ഇതിൽ ഈ ബൂസ്റ്റും ബദാമും ഒക്കെ എക്സ്ട്രാ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. അതൊന്നും ഇല്ലാതെ തന്നെ ഈ ബിസ്ക്കറ്റും ക്രീമും മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആ ഇതിൻ്റെ ബദാമിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും അടുത്ത ഒരു ലെയർ ബിസ്ക്കറ്റ് കൂടെ ഇങ്ങനെ നിരത്തി കൊടുക്കുവാണേ. കംപ്ലീറ്റ് ആയിട്ട് അത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ സാധാരണ ആദ്യം നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ആ വൈറ്റ് കളർ തന്നെയുള്ള ആ വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് ആ വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ബാക്കി ഉണ്ടായിരുന്ന ആ ബദാം ഞാനൊന്ന് നിരത്തി ഇടുവാണ്, ഒന്ന് വെതറി ഇടുവാണ്. പിന്നെ ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റിൽ കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ അവിടെ അങ്ങ് വെതറിയിട്ടു. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ കുറച്ച് വിപ്പിംഗ് ക്രീം, വൈറ്റ് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ പൂ പോലെ കൊടുക്കുവാണേ ചുറ്റും. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു തന്നെയാണ്. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇതാ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി കട്ട് ചെയ്ത് ഓരോ പീസായിട്ടെടുത്ത് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള പുഡിങ്ങാണിത്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വളരെ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചൊരു ക്രഞ്ചിനെസ് ഉള്ളതാണ്. നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ബദാമിൻ്റെ ആ പൊടിയും പിന്നെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഒക്കെ ഒരു ക്രഞ്ചിനെസ് തോന്നിക്കും. അതല്ലേ കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ താങ്ക് യു.